അതെ, ഇത് മണിപ്പേച്ച് മലയാളം യൂട്യൂബ് ചാനൽ നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. ഇന്ന് ശനിയാഴ്ച നിങ്ങളെ ചോദ്യത്തിന് ഉത്തരം പറയുന്ന ദിവസമാണ്. സോ, നമ്മളൊപ്പം വിഷ്ണുവുണ്ട്. ചോദ്യങ്ങൾ നോക്കാം. നമസ്കാരം സർ, എല്ലാവർക്കും നമസ്കാരം സർ. പോയ ആഴ്ച സാറ്റർഡേ കമന്റ്സിൽ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടിരുന്നത് ITCയുടെ റിസൾട്ട്സ് ആണ്. അതിനെക്കുറിച്ച് ചോദിക്കുന്നു, എന്തുകൊണ്ട് അതിനെക്കുറിച്ച് സംസാരിച്ചില്ല എന്നാണ് ചോദ്യങ്ങൾ വന്നിരിക്കുന്നത്. സാർ അതിനെക്കുറിച്ച് തിങ്കളാഴ്ച സംസാരിച്ചായിരുന്നു. പിന്നെ അതിൽ ചെറിയ ചെറിയ സംശയം എന്തെന്ന് വെച്ചാൽ ITCയുടെ FMCG റവന്യൂ മാത്രം 24,000 കോടി. HULന്റെ അപ്രോക്സിമേറ്റ് FMCG റവന്യൂ നോക്കിയാൽ 66,000 കോടി. 1/3 ഓഫ് HUL ഈസ് ITC എന്ന സ്ഥിതിക്കാണ് ഇരിക്കുന്നത്. ITC 3 ഇയർ ഗ്രോത്ത് CAGR നോക്കുവാണെങ്കിൽ 8% ആണ്, HUL 12%. ഇതുപോലെ ഗ്രോത്ത് കണ്ടിന്യൂ ആയിക്കൊണ്ടിരിക്കുവാണെങ്കിൽ 7 കൊല്ലത്തിൽ ITC വിൽ ബി ദി നെക്സ്റ്റ് HUL. ടോട്ടൽ വലുതായിട്ടാവും. ഇത് ഞാൻ വന്നിട്ട് വളരെ ലീനിയന്റ് ആയിട്ടുള്ള ഒരു കാൽക്കുലേഷനിലാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഒരു 17 കൊല്ലത്തിൽ ITC HUL പോലെ ഒരു വലിയ കമ്പനിയോട്ട് മാറും. നിങ്ങൾ ഇത്തെ കാൽക്കുലേഷനും ഇത് തന്നെയാ? 13 വർഷത്തിലാവുമെന്ന് തീരുമാനിച്ചു. അല്ലാതെ ഈ ഫുഡ് ബിസിനസ്സിലിരുന്ന് HUL പുറത്തായി. ഫുഡ് എന്ന് പറയണത് ഇന്ന് മൾട്ടിപ്പിൾ ആവും. ഇപ്പോൾ നെസ്ലെ ആൻഡ് ഹിന്ദുസ്ഥാൻ ലിവർ കമ്പൈൻ ആവും. ഈക്വൽ ടു ITC. അതിനെ താണ്ടി ഹോട്ടൽസ് ഇരിക്കുന്നു. അല്ലാതെ പേപ്പർ ബിസിനസ്സും വച്ചിരിക്കുന്നു. നമ്പർ 1 ബിഗസ്റ്റ് പേപ്പർ മാനുഫാക്ചറിങ് കമ്പനി ആയിട്ടിരിക്കുന്നു. അതുകൊണ്ടാതെ ഒരു IT കമ്പനിയും അവരെ കയ്യിലുണ്ട്. അല്ലാതെ അഗ്രി ട്രേഡിംഗ് കമ്പനിയും ഉണ്ട്, തന്നെയായിട്ടുമുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഈ ചോദ്യം ചോദിക്കുന്നതെന്നാൽ ഈ അഗർബത്തി കമ്പനിയും ഉണ്ട് അവർക്ക്. ഇതിനുശേഷം ഈ മാറ്റ് സ്റ്റിക് കമ്പനി ഇരിക്കുന്നു. ഈ ചോദ്യം എന്തുകൊണ്ട് ചോദിക്കുന്നു എന്നാൽ ഇന്നും IPC ആനന്ദ് സാറിന്റെ പാർവയിൽ എത്രയ്ക്ക് വില്ലുമെന്നാണ് ചോദ്യം. എത്ര വീഴുന്നാലും ഞങ്ങൾ ഹാപ്പിയാണ്. നിങ്ങൾക്ക് ഹാപ്പി സർ. പക്ഷെ ഞങ്ങളൊക്കെ 400 വാങ്ങി വെച്ചുകൊണ്ടിരിക്കുന്നു. 400 രൂപയിലും വാങ്ങി, 150 രൂപയിലും വാങ്ങി. നിങ്ങൾ വന്നിട്ട് ഞങ്ങളെപ്പോടെ ഒപ്പിട്ടാണ് സംസാരിക്കുന്നു. അതിന് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഒരു ചോദ്യം വച്ചിട്ടുണ്ട്. പ്ലീസ് ദയവേത് നിങ്ങളൊപ്പം കമ്പയർ ചെയ്യേണ്ട. അപ്പ 1-2 എന്ന് പറഞ്ഞ് വാങ്ങാണ്ടേ ഇരിക്കും. അങ്ങനെ ആവറേജ് നോക്കിയാൽ നിങ്ങൾ അത് വന്നിട്ട് 2 രൂപ 3 രൂപയിലിരിക്കും സർ. അത് അങ്ങനെ കണ്ട സർ. അത് എന്തെന്ന് വെച്ചാൽ ഞങ്ങളത് 25 വർഷം 30 വർഷം കൊണ്ട് ഇരിക്കുന്നതാ. നിങ്ങൾക്കും 30 വർഷം കഴിഞ്ഞാൽ നിങ്ങളെ ആവറേജ് 2 രൂപ അടുത്ത് തന്നെ ഇരിക്കും. ഇത്രയും ദൂരം ചെല്ലാൻ പോസിബിലിറ്റീസ് ഇരിക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുന്നത് സർ? മാർക്കറ്റിന്റെ ഇറാഷണൽ വെച്ച് നമുക്ക് പറയാൻ പറ്റില്ല. മാർക്കറ്റ് വിൽ ബി സെയിം ഇറാഷണൽ ലോങ്ങർ ദാൻ ദി സോൾവഡ്. മാർക്കറ്റിന് ഇറാഷണൽ വന്നിട്ട് നമ്മളുണ്ടെങ്കിലും മാർക്കറ്റിൽ ഇല്ലെങ്കിലും മാർക്കറ്റിൽ എതിർത്ത് പറ്റി ചെയ്യൂല. ഒരു ഓപ്പർച്യൂണിറ്റി അത് തരുന്നു, നമ്മളെടുത്ത് അതിനെ പാക്കറ്റിലോട്ടിടും. ഓക്കെ സർ. ഇപ്പോൾ ITC ചോദിക്കുവാൽ അവിടെ ഞാനൊരു കാര്യം പറയട്ടെ ITC കുറിച്ച്. ITC ഭയങ്കരമായിട്ട് കറക്റ്റ് ആണെന്ന് വിചാരിച്ചു, പക്ഷെ കോൺവേഴ്സ്ലി കറക്റ്റ് ആയില്ല റിസൾട്ട് കാരണം. ഓക്കെ ഫൈൻ. സർ, ഇപ്പോൾ ITC നോക്കിക്കൊണ്ടിരുന്നപ്പം ഈ FMCG ബീസ് ഇതിൽ എത്ര പെർസെന്റിലാണ് ഇരിക്കുന്നത് സാർ ഇത് എന്നത് കുറിച്ചൊക്കെ ഞാൻ നോക്കിക്കൊണ്ടിരുന്നു സാർ. ഇവിടെ അങ്ങനെ കണക്ക് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾ പറയുന്നത് പോലെ പട്ടാസ് ലിസ്റ്റ് ഇടുന്നത് കാട്ടിലും IT ബീസിലോ ഫാർമ ബീസിലോ ഇല്ലെങ്കിൽ FMCG ബീസിലോ ഇടുന്നത് ബെറ്റർ ആയിരിക്കുമോ എന്ന ഒരു തോട്ട് എനിക്ക് എത്തിയിരിക്കുന്നു. ആയിരിക്കും. പക്ഷെ ഇവിടെ എനിക്ക് എന്ത് പ്രോബ്ലം എന്നാൽ സംടൈംസ് അവർ കമ്പനി ആ സമയം നമ്മൾ ട്രാക്കിലുണ്ടിരിക്കണം. ഈ ഒരു പോയിന്റിന് ശേഷം NRMS വെൽത്തിന്റെ ശേഷം ഒരു എക്സ്പേർട്ട്, ബോംബെയിൽ ഇരിക്കുന്ന ഒരു വലിയ എക്സ്പേർട്ട്, ഒരു കമ്പനി ബോറിംഗ് ആയിരിക്കുന്നു എന്ന് പറഞ്ഞ് വിറ്റു. അത് ട്രേഡിംഗ് റെക്കോർഡിൽ നോക്കുമ്പോൾ അത് പ്രോഫിറ്റബിൾ ആണ്. 20 രൂപയ്ക്ക് വാങ്ങി 1000 രൂപയ്ക്ക് വിറ്റു. ഇത് എൻ്റെ ഇമാജിനേഷൻ. ഇത് ഒന്നും ചെയ്യാതെ ചുമ്മാ ഇരിക്കുവാണെങ്കിൽ അത് ഇന്ന് 500 രൂപ എന്ന് പറയുന്നത് 1400 രൂപയ്ക്കാണ് ഷെയർ വാല്യൂ വരും. കടനില്ലാത്ത കമ്പനി, സേഫായ കമ്പനി. ഇന്ന് 3400 രൂപ, 7 മടങ്ങാണ് ഏറിയിരിക്കുന്നത്. അതിൻ്റെ മുകളിൽ തന്നെ അവർ പറയുന്നു. അപ്പോൾ 500-ന് കുറവാ തന്നെ അവർ വാങ്ങിയിരിക്കും. പിന്നെ എന്ത് കാര്യം പറഞ്ഞായിരുന്നു എന്നാൽ 500 രൂപ ഇരിക്കുന്ന സമയം 3% ഡിവിഡൻഡ് ഈൽഡ്, 3000 എന്ന് പറയുമ്പോൾ 200% ഈൽഡ്. ഇപ്പോൾ ഇന്ന് 500 രൂപയ്ക്ക് എടുക്കുവാണെങ്കിൽ അവർ വന്നിട്ട് 10% ഈൽഡിൻ്റെ മുകളിലാണ് ഇരിക്കും. അപ്പോൾ 500 രൂപയ്ക്ക് ഡിവിഡൻഡ് 50 രൂപ 60 രൂപ വരുന്നു എന്നാണ് അർത്ഥം. അങ്ങനെ നോക്കുമ്പോൾ എങ്ങനെയാണ്? അത് എൻ്റെ ബോണ്ട് പോലെയാണത്. 500 രൂപയ്ക്ക് വാങ്ങിയ കമ്പനി ഇന്ന് ആ ബോണ്ടിനെ വിറ്റിന 3400 രൂപയാണ് കോസ്റ്റ്. മാസം 60 രൂപ വരുന്നു, വർഷത്തിന് 50 രൂപ വരും. അതല്ല, ഇതിന് സ്റ്റാർട്ടിംഗ് ആണ് ബോണ്ട പറയുന്നത്. ഞാൻ മനസ്സിലാവുന്നു സാർ. ഇപ്പം ഞാൻ പറയുന്നു ITCന് 50 രൂപ എന്ന് വെച്ചോ, വർഷത്തിന് 17 രൂപ കൊടുക്കുന്നത് എന്നാൽ ഐ എം ഗെറ്റിംഗ് ഇൻഫൈനൈറ്റ് റിട്ടേൺസ്. എന്തുകൊണ്ടാണ് അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത്? ഞാൻ തന്നെ മുമ്പേ പറഞ്ഞായിരുന്നു, അത് നിങ്ങളുടെ കണക്കിന് പ്രകാരം ഞങ്ങളുടെ അടുത്ത് പറയരുത് എന്ന്. ഞാൻ തിരികെ പറയാൻ കാരണം എന്ന് വെച്ചാൽ 10-20 വർഷത്തിൽ നിങ്ങൾ വളരെ സാമർത്ഥ്യമായി ഇരിക്കുമെന്ന് പറയാനാണ് ഞാനിത് പറയുന്നത്. പോയ ആഴ്ചയിൽ കർണാടക ബാങ്ക് ഓൾ ടൈം ഹൈ ആണ്.
രൂപയിൽ ഇരുന്ന സ്റ്റോക്കാണ്. 35 ഇരുന്ന സ്റ്റോക്കാണ്. അന്നേ ₹3 കൊടുത്താൽ ₹5 തരാമെന്ന് പറഞ്ഞു. 35 രൂപയ്ക്ക് ₹5 എന്ന് പറഞ്ഞാൽ എത്രയാ? 2% ഇൻട്രസ്റ്റ് ആയി. എനിക്ക് ഏത് ബോണ്ടാണ് 12% ഇൻട്രസ്റ്റ് തരാൻ പോകുന്നത്? ₹2 കയറ്റുവാണെങ്കിൽ എനിക്ക് 20% ഇൻട്രസ്റ്റ്. 35 രൂപയ്ക്ക് ഒരു ബോണ്ട് വാങ്ങുന്നു. 300 രൂപയ്ക്ക് മുകളിൽ ആ ബോണ്ടിന്റെ വാല്യൂ പോകുന്നു. 20% വഡ്ഡി തരുന്നു. ഇട്ട കാശിന് 20% വഡ്ഡി തരണമെന്ന് എന്നാൽ ഞാൻ എന്തുകൊണ്ടാ കമ്പനി കൊടുക്കണം? ഓക്കെ സർ, അതുപോലെ ഇപ്പൊ എന്തെങ്കിലും ഒരു സ്റ്റോക്ക് പറയും സർ. സ്റ്റോക്ക് നല്ല സ്റ്റോക്ക് തന്നെ. അണ്ടർ പട്ടാസ് ഗസ്റ്റ് ഡിവിഡൻഡ് പേ വാങ്ങുന്നു എന്നാൽ അതുപോലെ തന്നെ തരും. എന്ത് പ്രോബ്ലം എന്നാൽ നിങ്ങൾ ഇന്ന് വാങ്ങിയോണ്ട് നാളെ വിറ്റുകൊണ്ട് ഇറങ്ങുവാണെങ്കിൽ അയ്യോ 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 എന്ന് വിളിച്ചുകൊണ്ടിരിക്കും. സർ അതന്നെ ഞങ്ങൾ പറയുന്നത്, ഞങ്ങളെ മൈൻഡ് സെറ്റിൽ ഇറങ്ങി വന്ന് സംസാരിക്കാൻ. അതുപോലെ ഇനിയൊരു മഹാൻ എന്ത് പറയുന്നു എന്നാൽ 1-2 എന്ന് വാങ്ങരുത്. 1,00,000 ഷെയർ വാങ്ങാൻ നിന്റെ അടുത്ത് ധൈര്യം ഇരിക്കണം. ഞാനെന്ത് പറയുന്നു എന്നാൽ ആ മഹാനുഭാവ് എട്ടാസിന് അഡ്വൈസ് ചെയ്യുന്നു. ഞാനെന്ത് പറയുന്നു എന്നാൽ 1,00,000 ഷെയർ വാങ്ങാൻ്റെ കാശ് എൻ്റെ കയ്യിൽ ഞാൻ ഈ വീഡിയോ വെക്കൊണ്ടിരിക്കും. അങ്ങനെ 1,00,000 ഷെയർ വാങ്ങുന്നത് ആരും കൊണ്ട് ഉടനെ പറ്റൂല സർ. കുറച്ചാ വാങ്ങുന്നത്. ഓക്കെ, ഈ വീഡിയോ നോക്കുന്ന ആൾക്കാർക്ക് ധൈര്യമായിട്ട് 500 രൂപയിലിരിക്കുന്ന ഷെയറിന് 1,00,000 ക്വാണ്ടിറ്റി വാങ്ങാൻ പറ്റുമെന്ന് ഒരു ധൈര്യം ഇരിക്കുന്നല്ലേ സർ. ആദ്യത്തെ ടാർഗറ്റ് 1000 ഷെയർ, അത് ടാർഗറ്റ് 3000 ഷെയർ. ഉണ്ടകത്ത് എന്താണെന്ന് വെച്ചാൽ വയസ്സായി പോകും. ഞാൻ എന്ത് പറയാൻ വരുന്നു എന്നാൽ ആര് സർ പറഞ്ഞത്? ആരോ ഒരുത്തർ പറഞ്ഞു. എന്ത് പറയുന്നു എന്നാൽ വിരലിൻ്റെ ഏറ്റവും വീക്കായിരിക്കണം. ഏത് ഓഡിയൻസിനാണ് സംസാരിക്കുന്നത് എന്ന ഒരു ഓർമ്മയിരിക്കണം. ഈ മാസത്തിന് 3 കോടി 4 കോടി സമ്പാദിക്കുന്ന ആളടുത്ത് പോയി സംസാരിക്കണം. അതിനെ വിട്ടിട്ട് 1,00,000 2 ലക്ഷം മാക്സിമം സമ്പാദിക്കുന്ന ഓഡിയൻസിൻ്റെ അടുത്ത് പോയി ഇതുപോലൊക്കെ നീ ഐഡിയ കൊടുക്കുവാണെങ്കിൽ എന്താണ് കാര്യം? പോയെന്ന് പറഞ്ഞാൽ നിനക്ക് എല്ലാം പോകും. കോൺസെൻട്രേഷൻ ആയിട്ട് മാറൂലേ സർ? തന്നെ ഞാൻ പറയുന്നു. ഇപ്പം എൻ്റെ എക്സാമ്പിൾ തന്നെ ഞാൻ പറയാം. അടുത്തൊരു 1,00,000 ടാറ്റ സ്റ്റീൽ ഇരിക്കുന്നതെന്ന് വെച്ചോ. അച്ഛൻ നെഞ്ചിൽ പിടിക്കും. അത് 1,00,000 ഇരുന്ന് 1000 രൂപയിൽ നിൽക്കുവാണെങ്കിൽ ആ 250 രൂപ വിലയ്ക്ക് താങ്ങാൻ പറ്റില്ല. പക്ഷേ ബഫറ്റ് കൊണ്ട് ആ 1,00,000 ഷെയറിനെ വച്ചിരിക്കാൻ പറ്റും. ദെൻ ടാറ്റ കൊണ്ട് 1 കോടി ഷെയറും വച്ചിരിക്കാൻ പറ്റും. എന്നെ കൊണ്ട് എത്രയും താങ്ങാൻ പറ്റുമെന്ന ഒരു ലിമിറ്റ് ഇരിക്കുന്നല്ലേ. വീഡിയോ എന്നെ പോലത്തെ ആൾക്കാർക്ക് ചെയ്യുന്ന അല്ലാതെ വീഡിയോ നമ്മൾ ബഫറ്റിനും രത്തൻ ടാറ്റയ്ക്കും ചെയ്യുന്നില്ല. ഇവിടെ ഞാൻ രജിസ്റ്റർ ചെയ്യുന്നു. ഞാൻ ബഫറ്റിനെയോ രത്തൻ ടാറ്റയെ വിളിച്ചിട്ട് സംസാരിക്കുന്നു എന്ന് വെച്ചോ. 1,00,000 ഷെയർ ഇതിൽ വാങ്ങ് എന്നൊക്കെ പറയാം. രത്തൻ ടാറ്റയ്ക്ക് അഡ്വൈസർ ആയിരുന്നാൽ പറയും നാറ്റ്കോയിന് ഫുള്ളാണ് വാങ്ങുമെന്ന് പറയും. ഡെയിലി സർ, ഓപ്പൺ സർ, ഫോൺ സർ, പ്ലീസ് ഓർഡർ സർ, 1 മില്യൺ ഷെയർസ് ഓഫ് നാറ്റ്കോ സർ ഓർഡർ സർ എന്ന് പറഞ്ഞാൽ അതേ ദിവസത്തിന് നാറ്റ്കോ 500-2,000 രൂപയ്ക്കൊക്കെ ചെല്ലും. ആദ്യം നെൽപ്പയിൽ ബോംബെയിൽ ഒന്ന് ഇരിക്കും. ബോംബെയിൽ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് സാർ ഇതൊരു ബിസിനസ്സാണ് എന്നെ വിടുന്ന് പറഞ്ഞു വന്നിരിക്കും. സംസാരിക്കാൻ ഒരു ലിമിറ്റുണ്ടല്ലേ. ഇത് പറഞ്ഞത് തന്നെ പറഞ്ഞ ലിസ്റ്റിൽ ഒരേ ഷെയർ തന്നെ 3/4 ആൾക്കാർ വാങ്ങിയിരിക്കാൻ പറ്റും. അതും 5 ലക്ഷം രൂപ അന്ന് ഇരുന്നിരുന്നാൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ അന്നൊരു 1,00,000 ഷെയർ വാങ്ങിയിരിക്കാം. 5 രൂപ ആയിരുന്നു. അപ്പൊ ഇതിന് 8 ലക്ഷം രൂപ പോയെന്ന്. അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ ഉടനെ എനിക്ക് വേറൊരു സ്റ്റോക്കിന്റെ ഓർമ്മ വന്നു. ഓക്കെ സർ, നാളെ അത് കുറിച്ച് ചോദിക്കാം. താങ്ക് യു സോ മച്ച് സർ. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ട്, എന്നെ കോൺടാക്ട് ചെയ്യണമെന്ന് നിങ്ങൾ വിചാരിക്കുവാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന മെയിൽ ഐഡിക്ക് നിങ്ങൾ മെയിൽ അയക്കാം. ഞങ്ങളുടെ ടീം നിങ്ങളൊപ്പം കോൺടാക്ട് ചെയ്യും. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. കൊച്ചുങ്ങളുടെ ഫിനാൻഷ്യൽ ലിറ്ററസി ബുക്ക് മണി ഫോർ നത്തിങ് എന്ന ഒരു 2ാമത് പാർട്ട്. ചെക്ക് എങ്ങനെയാണ് ഫില്ല് ചെയ്യണം, ഈ ഡെപ്പോസിറ്റ് ബില്ലൊക്കെ എങ്ങനെയാണ് ഫില്ല് ചെയ്യണം, ആശയം എങ്ങനെയാണ് എവോൾവ് ആയി വന്നു, ബാർട്ടറിലിരുന്ന് ഡിമോണിറ്ററൈസേഷൻ വരെയുള്ള കാര്യങ്ങളൊക്കെ കവർ ചെയ്തിട്ടുണ്ട് ഇതിൽ. ഇത് 10 മുതൽ 12 വയസ്സ് വരെയുള്ള കൊച്ചുങ്ങൾക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടിരിക്കും. ഈ ബുക്കിന് ഇപ്പോൾ ഒരു സ്പെഷ്യൽ പ്രൈസിൽ 450 രൂപയ്ക്ക് കൊടുക്കുന്നു. നിങ്ങൾ ഇതിന് യൂസ് ചെയ്യാം. honeypage.com വെബ്സൈറ്റിനെ സബ്സ്ക്രൈബ് ചെയ്യാം. ഒരാഴ്ചയ്ക്ക് 4 പ്രീമിയം ആർട്ടിക്കിളും ഈ ആർട്ടിക്കിൾസ് ഒരു 10-15 ഇടുന്നു. ഇത് സബ്സ്ക്രിപ്ഷൻ മൂലം നിങ്ങളിതിനെ ഉപയോഗിക്കാം. ഒരു മാസത്തിന് വെറും 99 രൂപ മാത്രമാണ്. ഞാൻ പറയുന്ന കോൺസെപ്റ്റ്സിനൊക്കെ വളരെ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിക്കാണ് ഇതിൽ ഇടുന്നത്. ഇത് നിങ്ങൾ വായിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനമുണ്ടാകും. നന്ദി, നമസ്കാരം. കൊച്ചുമയ്ക്ക് വേണ്ടി ഒരു പുസ്തകം ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വളരെ സക്സസ്ഫുൾ ആയിട്ടും പോയി. ആർക്കെങ്കിലും ആ പുസ്തകം ആവശ്യമുണ്ടെങ്കിൽ ഈ ടീമിനെ എനിക്ക് കോൺടാക്ട് ചെയ്യാം. താഴെ ഇരിക്കുന്ന നമ്പർ എന്നെ വിളിച്ചാൽ മതി. അല്ലെങ്കിൽ വെബ്സൈറ്റിൽ കോൺടാക്ട് ചെയ്യാം. ഇത് മൂലം ആ പുസ്തകം നിങ്ങൾക്ക് വാങ്ങാം. മറ്റ് പുസ്തകങ്ങളും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വാട്സപ്പ് മൂലം നിങ്ങൾക്ക് വാങ്ങാം. അല്ലെങ്കിൽ വെബ്സൈറ്റ് ഉപയോഗിച്ചും നിങ്ങൾക്ക് വാങ്ങാം. നന്ദി, നമസ്കാരം.